അസ്സലാമലൈക്കും. നമ്മൾ ഉംറക്ക് സഹി ചെയ്യുമ്പം നമ്മൾ ഒപ്പം ആളുണ്ടെങ്കിൽ, നടക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ആ വണ്ടിയിൽ ഉന്തി പോകുമ്പം നമ്മൾ സഹിൻ്റെ നിയ്യത്ത് ചെയ്താൽ നമ്മൾ സഹിയാവുമോ? അല്ല, ഉന്തി കൊണ്ടുപോകണത് ഏതായാലും ശരിയാവും. കാരണം ഒരു ഉന്തി കൊണ്ടുപോകാൻ പറയല്ലേ. അപ്പോൾ ഉന്തി കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട് കൊണ്ടുപോകുന്ന ആളും നിയ്യത്ത് ചെയ്ത് ഉന്തിന കൂട്ടത്തിൽ അത് ശരിയാവുമോ എന്ന് വിശദീകരിച്ചാൽ. അനാരോഗ്യം കാരണം സ്വന്തം നടന്ന് സായി ചെയ്യാൻ സാധിക്കാത്ത ഒരാളെ വീൽ ചെയറിൽ ഇരുത്തി തള്ളിയാൽ രണ്ടാൾക്കും ലഭിക്കുമോ എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം. വീൽ ചെയറിൽ ഇരിക്കുന്നവൻ അദ്ദേഹത്തിൻ്റെ സായിൻ്റെ നിയ്യത്താണ് മനസ്സിലുള്ളത്. അതുപോലെ തന്നെ ഉന്തുന്നവനും അദ്ദേഹത്തിൻ്റെ സായിയാണ് മനസ്സിലുള്ളത് എന്ന് മാത്രമല്ല, സായികൾക്ക് സ്വന്തമായി നിർബന്ധമേ നിയ്യത്ത് ഇല്ല എന്നാണ് യഥാർത്ഥ നിയമം. ഉംറയിൽ ചെയ്യുന്നതാണല്ലോ, അല്ലെങ്കിൽ ഹജ്ജിൽ ചെയ്യുന്നതാണല്ലോ സായി. ഈ സായികൾക്ക് സ്വന്തമായി നിയ്യത്ത് പോലും നിർബന്ധമില്ല. അദമുസ്വാരിഫ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഷർത്തു. ഏതാവട്ടെ, ചുരുക്കത്തിൽ ചോദ്യത്തിൻ്റെ മറുപടിയിലേക്ക് മാത്രം ഞാൻ കടക്കുന്നു. മേൽ പറഞ്ഞ കോലത്തിൽ ഉന്തുന്നവനും വീൽ ചെയറിൽ ഇരിക്കുന്നവനും രണ്ടാൾക്കും സായിൻ്റെ ബാധ്യത തീരുന്നതാണ്. വേറെ ചെയ്യേണ്ടതില്ല. ഉന്തുന്നവനും ലഭിക്കും, സൈക്കിളിൽ ഉള്ളവനും ലഭിക്കും. ഇതിൽ സംശയമേ ഇല്ല. ഇതുമാത്രമാകുന്നു ശാഫിഈ മദ്ഹബ്.